Welcome to our next session of dual nature of matter and radiation by Riju and PSK online classes. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഡയഗ്രാം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വരച്ചിരുന്നു. ഇന്ന് ഒരു ഇമേജ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വാരിയേഷൻസ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആരൊക്കെ അനുസരിച്ച് ആ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ വാരിയേഷൻ വരുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണണം. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ത്രഷോൾഡ് വേവ് ലെങ്ത്തിനേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിക്കാൾ കൂടുതലാണെങ്കിൽ യു ക്യാൻ സീ ദ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഫ്രം ദ കാഥോഡിക് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ടു ദ ആനോഡ്. ആ സമയത്ത് നമുക്കിവിടെ അമ്മീറ്ററിൽ റീഡിങ് കാണിക്കും. ഇനി നമുക്കവിടെ കാണേണ്ടത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാരണം എന്തിനാണ് നമ്മളവിടെ ബാറ്ററി കണക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്തില്ലെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവുമോ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കാരണം ബാറ്ററി നമ്മൾ കണക്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത് ത്രഷോൾഡ് വേവ് ലെങ്ത്തിനേക്കാൾ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകും. ഇലക്ട്രോൺസ് അവിടെ നിന്ന് റിമൂവ് ചെയ്യും, ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. പക്ഷേ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഒരൊറ്റ സ്ട്രീമാക്കി, ഒരു യൂണിഫോം സ്ട്രീമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ കാഥോഡിക് റീജിയനെ സറൗണ്ട് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഇഫ് ദ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദ കാഥോഡിക് പ്ലേറ്റ് ഈസ് ഹാവിംഗ് ദ എനർജി വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദാറ്റ് ഓഫ് വർക്ക് ഫംഗ്ഷൻ, ഇലക്ട്രോൺസ് വിൽ ബി ജസ്റ്റ് റിമൂവ്ഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് എന്താണ് ലൈറ്റിൻ്റെ എനർജി, ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ടു പർപ്പസ്, ടു റിമൂവ് ദ ഇലക്ട്രോൺ ആൻഡ് ടു മൂവ് ദ ഇലക്ട്രോൺ. സപ്പോസ് അത് റിമൂവലിന് മാത്രമുള്ള എനർജിയാണ് ലൈറ്റ് പൊസസ് ചെയ്യുന്നതെങ്കിൽ ആ റിമൂവ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ സറൗണ്ട് ചെയ്ത് നിൽക്കും. സോ യു കനോട്ട് സീ എനി കറണ്ട് അറ്റ് ഓൾ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആനോഡിനും കാഥോഡിനും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കൊടുത്ത് കാഥോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, സോ ദാറ്റ് ഇറ്റ് വിൽ repel the ejected electrons from it, and anode is having a positive charge, anode positive charge. ഇപ്പോൾ ആനോഡിന് പോസിറ്റീവ് ചാർജും കാഥോഡിന് നെഗറ്റീവ് ചാർജും ആണ്. സോ ദ ആനോഡ് വിൽ നാച്ചുറലി അട്രാക്ട് ദ ഇലക്ട്രോൺസ് വിച്ച് ഈസ് റിജക്റ്റഡ് ബൈ ദ കാഥോഡ്. ഇനി നമ്മളിവിടെ എന്തിലൊക്കെ അവിടുത്തെ വാരിയേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺസ് ഇൻസിഡൻറ്റിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡിസ്കസ്. ഇപ്പോൾ ഇവിടെ ആനോഡ് പോസിറ്റീവായിട്ടും കാഥോഡ് നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം ജസ്റ്റ് റിവേഴ്സിങ് ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി. ഈ ബാറ്ററിയുടെ പൊളാരിറ്റി നമുക്ക് നേരെ അങ്ങ് മാറ്റാം. ഇത് നെഗറ്റീവ് ആയിരിക്കുന്നതിനെ പോസിറ്റീവായിട്ടും പോസിറ്റീവ് ആയിരിക്കുന്നതിനെ നെഗറ്റീവായിട്ടും ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി നേരെ ഇൻവെർട്ട് ചെയ്ത് കണക്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെ എന്താക്കി മാറ്റി, ഈ കാണുന്നതിനെ ഇത് പോസിറ്റീവ് ആവട്ടെ, ഇത് പോസിറ്റീവായി, ഒരെണ്ണം വലുതാക്കിയാൽ മതിയല്ലോ നമ്മൾ. ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. സോ ഇത് പോസിറ്റീവ് ആവുന്നു. അപ്പോൾ നമുക്കവിടെ ഈ ബാറ്ററിയുടെ പൊളാരിറ്റി ജസ്റ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ ഞാനത് താഴെയും കൂടെ ഒന്ന് എഴുതാണ്. ഇത് ഈ താഴെ കാണുന്ന ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോസിറ്റീവ് ടെർമിനലായിട്ടും റൈറ്റ് സൈഡിൽ കാണുന്നത് നെഗറ്റീവ് ടെർമിനലായിട്ടും എടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആക്കാം, ഇത് നെഗറ്റീവ് ആക്കാം. അതായത് ബാറ്ററി റിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് യു ആർ റിവേഴ്സിങ് ദ പൊളാരിറ്റി ഓഫ് ബാറ്ററി. അപ്പോൾ ബാറ്ററിയുടെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തതിന് ശേഷം അവിടെ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ ആനോഡ് കാഥോഡ് എന്നുള്ള പേരൊന്നും നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. ഇവിടെ ശരിക്കും കാഥോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഥോഡ് ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്? കാഥോഡ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യലാണ്. ആനോഡ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടുന്ന് കാഥോഡിൽ നിന്ന് അല്ലെങ്കിൽ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് കുറേ കൂടെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാഥോഡ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡൂയിങ് ദ ഇലക്ട്രോൺ എമിഷൻ. സോ നമുക്കിതിനെ എമിറ്റർ എന്ന് പറയാം. ഇതിനെയാണെന്നുണ്ടെങ്കിൽ കളക്ടർ എന്ന് പറയാം. അപ്പോൾ ആദ്യം എമിറ്റർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരുന്നു, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. ഇപ്പോൾ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്തപ്പോൾ കളക്ടർ പ്ലേറ്റ് ബിക്കംസ്
നെഗറ്റീവ് ആൻഡ് എമിറ്റർ പ്ലേറ്റ് ബിക്കംസ് പോസിറ്റീവ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇപ്പം നമ്മളിത് നോക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം നമുക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് വേണ്ട. നമ്മളിപ്പോൾ കാണേണ്ട ഇതാണ്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടിയിലത് മാറ്റി വരച്ചിരിക്കുന്നത്. നമ്മൾ സ്വിച്ചൊക്കെ ഓൺ ചെയ്തു, ലൈറ്റ് ഇതിൽ വന്ന് തട്ടുന്നു. ലൈറ്റ് വന്ന് തട്ടി വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണ്. സോ നാച്ചുറലി യു വിൽ ബി ഒബ്സർവിങ് ദ ഇലക്ട്രോൺ എമിഷൻ. പക്ഷേ ഇവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്താലും ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന് ആനോഡിലേക്ക് അല്ലെങ്കിൽ കളക്ടർ പ്ലേറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസിനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ആക്സിലറേഷൻ കിട്ടണം. അതായത് ഇറ്റ് ഷുഡ് ഗെറ്റ് അട്രാക്ഷൻ ടുവേഴ്സ് ദ ആനോഡ് അല്ലെങ്കിൽ കളക്ടർ. പക്ഷേ ഇവിടെ ഇലക്ട്രോൺസിന് ഒരിക്കലും കളക്ടറിലേക്ക് അട്രാക്ഷൻ അല്ല കിട്ടുന്നത്. കാരണം കളക്ടർ പ്ലേറ്റ് ഇപ്പോൾ എന്തായിട്ടായിരിക്കുന്നത്, നെഗറ്റീവായിട്ടായിരിക്കുന്നത്. ഇപ്പോൾ നെഗറ്റീവായിട്ടിരിക്കുന്ന കളക്ടർ പ്ലേറ്റിലേക്ക് ഇലക്ട്രോൺസിന് ഒരു അട്രാക്ഷൻ ഒരിക്കലും കിട്ടില്ല, റിപ്പൽഷനാണ്. അതേസമയം ഇവിടെ ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്ന കാഥോഡിക് പ്ലേറ്റ്, അതായത് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടേനും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എമിറ്റർ പ്ലേറ്റിൽ നിന്ന് കളക്ടർ പ്ലേറ്റിലേക്ക് എത്തിപ്പെടാൻ ആദ്യത്തെ കേസ് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദ ഇലക്ട്രോൺ വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റീച്ച് ദ കളക്ടർ പ്ലേറ്റ് ബിക്കോസ് ദ കളക്ടർ റിപ്പൽസ് ദ ഇലക്ട്രോൺ ആൻഡ് ദ എമിറ്റർ അട്രാക്ട്സ് ദ ഇലക്ട്രോൺ. സോ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് നിൽക്കും, ഇവിടെ തന്നെ സറൗണ്ട് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാലും യു ക്യാൻ സീ എ വെരി സ്മോൾ വാല്യൂ ഓഫ് കറണ്ട് ഈവൻ യു ഹാവ് റിവേഴ്സ് ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി. അപ്പോൾ വരുന്ന ലൈറ്റിന് ഹൈ കൈനറ്റിക്, വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണെങ്കിൽ ഇവിടുന്ന് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. ആസ് പെർ ദ ഇക്വേഷൻ, നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. എന്തായിരുന്നു? ഐൻസ്റ്റീൻ, ആസ് പെർ ദ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു h nu മൈനസ് 50 ആണ്. അപ്പോൾ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണെങ്കിൽ ഇവിടെ ഈ ബാറ്ററിയുടെ പൊളാരിറ്റി ഒന്നും എഫക്റ്റ് ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ ബാറ്ററിയുടെ പൊളാരിറ്റി കൊണ്ടൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാതെ തന്നെ ഇലക്ട്രോൺസ് എവിടെ വരെ എത്താം, കളക്ടർ പ്ലേറ്റിൽ എത്താം. പക്ഷേ ആ കളക്ടർ പ്ലേറ്റിൽ എത്തുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പൊളാരിറ്റിയൊക്കെ മാറ്റി, ബാറ്ററിയുടെ പൊളാരിറ്റി മാറ്റിയതിന് ശേഷം ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ത്രഷോൾഡിനേക്കാൾ കൂടുതലാണ്. സോ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കളക്ടറിൽ എത്തുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം വളരെ കുറവാണെങ്കിലും കുറച്ച് ഇലക്ട്രോൺസ് ഒക്കെ അവിടെ എത്തുന്നുണ്ട്. ആദ്യം ഒരു മില്ലി ആംപിയർ റേഞ്ചിലൊക്കെ നമുക്ക് കറണ്ട് കാണാൻ പറ്റിയിരുന്നു എങ്കിൽ ഇപ്പോൾ ആഫ്റ്റർ റിവേഴ്സിംഗ് ദ പൊളാരിറ്റി അവിടുത്തെ കറണ്ട് മില്ലി ആംപിയർ റേഞ്ചിലൊന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി റെഡ്യൂസ് ടു സം റേഞ്ചസ് ഓഫ് മൈക്രോ ആംപിയേഴ്സ്. നമ്മളുടെ ആവശ്യം എന്താണ്, കംപ്ലീറ്റ് ഇലക്ട്രോൺസിനെയും ഇവിടെ ആനോഡിൽ എത്തുന്നതിൽ നിന്ന് അല്ലെങ്കിൽ കളക്ടറിൽ എത്തുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യണം. സോ വാട്ട് വി വാണ്ട് ഇസ് ടു സ്റ്റോപ്പ് ദ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്, ഇവിടുന്ന് ഒരു റിപ്പൾഷൻ വരുന്നതുകൊണ്ടും ഇവിടുന്ന് ഒരു അട്രാക്ഷൻ വരുന്നതുകൊണ്ടുമാണ്. സോ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. ആ എത്തുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യണം, കളക്ടറിൽ എത്താതെ പ്രിവെൻറ്റ് ചെയ്യണം. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതോറും കളക്ടർ പ്ലേറ്റിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടും, ഇവിടുത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യലും കൂടും. അങ്ങനെ ബാറ്ററിയുടെ വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് ഇവിടുന്നുള്ള റിപ്പൽഷനും കൂടും, ഇവിടുന്നുള്ള അട്രാക്ഷനും കൂടും. അതായത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, the number of electrons that are reaching the collector plate gradually decreases with respect to the increase of collector voltage. അപ്പോൾ നമ്മൾ ഇതിനെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞിരുന്നു. കാരണം അത് ഇവിടെ റിജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് അല്ല, നൗ ഇറ്റ് ഈസ് ദ റിട്ടാർഡിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ആണ്. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ദിസ് റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുന്നതിനനുസരിച്ച് ആരുടെ എണ്ണം കുറഞ്ഞു വരും, എമിറ്ററിൽ നിന്ന് കളക്ടറിൽ എത്തുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഗ്രാജുവലി കുറഞ്ഞു വന്ന് അറ്റ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ദ റിട്ടാർഡിംഗ് വോൾട്ടേജ് നോ ഇലക്ട്രോൺസ് ആർ ഏബിൾ ടു റീച്ച് ദ കളക്ടർ പ്ലേറ്റ്. ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തിയാൽ അതിനപ്പുറം ഒരു ഇലക്ട്രോൺസ് പോലും കളക്ടറിൽ എത്തില്ല. സോ ദാറ്റ് മിനിമം വാല്യൂ ഓഫ് നെഗറ്റീവ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ which is required to at least stop the electrons അല്ലെങ്കിൽ to stop the photoelectric current is called as the stopping potential. അപ്പോൾ stopping potential എന്ന് പറഞ്ഞാൽ എന്താണ്, the minimum amount of retarding potential
that should be applied on the circuit to stop the electrons which are emitted by the cathode or emitter, whatever it is, emitted by the cathode and reaching the collector. അപ്പോൾ മിനിമം അത്ര വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോൺസും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തില്ല. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഇപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കണം. ശരിക്ക് ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യണം. മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ്. മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം അതാണ്. എന്താണ് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് കാണേണ്ടത്. അപ്പോൾ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ്. മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. സോ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജിയിലാണ് ഈ കാണുന്ന എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജിയിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത്രയും കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വാട്ട് യു റിക്വയർ ഈസ് ആൻ ഈക്വലന്റ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. എത്രയാണോ കൈനറ്റിക് എനർജി, ആ കൈനറ്റിക് എനർജിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഇപ്പോൾ ഒരു കാറ് 40 km/h പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ നിർത്തണമെങ്കിൽ കാരണം ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ കൈനറ്റിക് എനർജിയെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ വർക്ക് ഡൺ ബൈ ദ ബ്രേക്കിംഗ് ഫോഴ്സ് ഇഫ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി ഓഫ് ദ കാർ, ഇറ്റ് വിൽ സ്റ്റോപ്പ്. അല്ലെങ്കിൽ കാർ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടേയിരിക്കും. സോ ഇവിടെ അത് തന്നെയാണ് വേണ്ടത്. കൈനറ്റിക് എനർജി of the electrons must be balanced by the work done by the retarding potential. Work done by the retarding potential എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ W is equal to VQ എന്നല്ലേ മക്കളെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം, ചാർജ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് EV. ഇവിടെ ഈ വിക്ക് പകരം നമ്മളുടെ ആവശ്യം എന്താണ്, സ്റ്റോപ്പ് ചെയ്യലാണ്. സോ വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ ക്യാൻ ബി റിട്ടൺ ആസ് E into VS, where VS represents the stopping potential. അപ്പോൾ നമ്മൾ എന്താ എഴുതാം, ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് E into VS is equal to h nu minus phi 0. This is another important equation. E into VS is equal to h nu minus phi 0. അപ്പോൾ ഈ VS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലാണ്. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫൈ 0 എന്താണ്, ന്യൂ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂമറിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചോദിക്കാറുണ്ട്. നമുക്കത് ചെയ്യാൻ വേണം. ഓക്കെ, 1-2 എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിൽ ഇലക്ട്രോൺസ് സ്റ്റോപ്പായി. സോ യു ആർ സീസിങ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അവിടെ നിർത്തുകയാണ് നമ്മൾ എല്ലാ ഇലക്ട്രോൺസിനെയും. അപ്പോൾ ഇലക്ട്രോൺസിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യണം. ആ വർക്കാണ് VQ. നമ്മൾക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ചെയ്യുന്ന വോൾട്ടേജ് VQ ആണ്. അതിന് നമുക്ക് എന്തായിട്ട് എഴുതാം, E into VS എന്ന് എഴുതാം. VS എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. ഇത്ര കാര്യങ്ങൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് ഈ പറയുന്ന സ്റ്റോപ്പിംഗ് വോൾട്ടേജ്, അതുപോലെ ഇൻറ്റൻസിറ്റി, ദെൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ഈ 3 പേരും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ഏതൊക്കെ തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് ഈ 3 ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us see. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 1-2 എക്സാമ്പിൾ ചെയ്തതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വാരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആരൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാരി ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ അനാലിസിസിലൂടെ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഇപ്പോൾ പറഞ്ഞ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ലാസ്റ്റ് വന്ന മോഡിഫിക്കേഷൻ എന്തായിരുന്നു, EV അല്ലെങ്കിൽ E into VS is equal to h nu. നമ്മൾ h നുവിനെ എന്തായിട്ട് എഴുതും, hc by lambda minus phi 0 എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. ഇനിയിപ്പോൾ സപ്പോസ് അവിടെ നമ്മളെപ്പോഴും എനർജിയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിലാണ്, ജൂളിലല്ലല്ലോ, ഇലക്ട്രോൺ വോൾട്ടിലല്ലേ നമ്മൾ എനർജിയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ചെറിയ ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഫോർ എക്സാമ്പിൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് പറയുകയാണ് ദ സ്റ്റോപ്പിംഗ് വോൾട്ടേജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഫോർ സം എന്തെങ്കിലും ഒരു വാല്യൂ ആയിക്കോട്ടെ. സ്റ്റോപ്പിംഗ് വോൾട്ടേജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 വോൾട്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഈ 3 വോൾട്ട് ഇവിടെ കൊടുക്കണം. ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, hc by lambda. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കുറേ നേരം നമ്മുടെ വേസ്റ്റായി പോകും.
നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, സ്റ്റോപ്പിംഗ് വോൾട്ടേജ് 3 വോൾട്ട് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് എത്ര വരും? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ട് വരും. കാരണം ഇത് നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്കി, ഈ വി എസിന് പകരം വി എസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതുക? വി എസ് ഇസ് ഈക്വൽ ടു 3 വോൾട്ട്. സോ വർക്ക് ഡൺ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു വി എസ് അല്ലേ വരുന്നത്. ഇ എന്ന് പറയുമ്പോൾ എത്രയാ? ഇ തന്നെയാണ്. ഇൻറ്റു വി എസ് എന്ന് പറയുമ്പോൾ 3, അത്രയും ജൂൾ എന്ന് വരും. ഇ ഇൻറ്റു വി. അല്ലെങ്കിൽ നമുക്കിതിനെ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ചാർജ് ഇവിടെ ഉണ്ട്, ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിക് ചാർജ്. സോ ഇതെന്ത് വരും? 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഇങ്ങനെ വളഞ്ഞു വരുന്നതിനേക്കാൾ നമുക്ക് നല്ലത് എന്താ? 3 വോൾട്ട് ആണ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് എങ്കിൽ കൈനറ്റിക് എനർജി എത്രയാണ്? 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നേരെ തിരിച്ചും പറയാം, നിങ്ങളോട് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് എന്താണ് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി 1.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കൈനറ്റിക് എനർജി 1.5 ഇലക്ട്രോൺ വോൾട്ട്. സോ വാട്ട് ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന നമ്പറാണ് ആര്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അങ്ങനെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വർക്ക് ഡൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇ ഇൻറ്റു വി എസ്. ഇ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ചാർജ് ഇൻറ്റു 3, അത്രയും ജൂള് കിട്ടും. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വരാം. എന്താണ്? സ്റ്റോപ്പിംഗ് വോൾട്ടേജ് 3 വോൾട്ട് ആണെങ്കിൽ, അതായത് ഇഫ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് ഈക്വൽ ടു, ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, ഇഫ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് ഈക്വൽ ടു V0 വോൾട്ട്, then kinetic energy of electron is equal to E into V0 ഇലക്ട്രോൺ വോൾട്ട്. ഇത്ര കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. കൈനറ്റിക് എനർജിയെ കണ്ടുപിടിക്കാൻ നമ്മൾ ജൂളിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട്. അത്ര കാര്യം ഓർമ്മിച്ച് വെക്കണം. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, അല്ലാണ്ട് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട. ഇഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വി എസ് എഴുതുന്നൊന്ന് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇഫ് വി എസ് ഈക്വൽ ടു വി വോൾട്ട്, ദെൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇ ഇൻറ്റു വി, അത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കോമ്പൻഡിയത്തിലെ എക്സാമ്പിൾ 19 ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ്ഡ് എക്സാമ്പിൾ ഇൻ കോമ്പൻഡിയം. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ ഇഫ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ ഇസ് 1.24 ഇലക്ട്രോൺ വോൾട്ട്. വർക്ക് ഫംഗ്ഷൻ 1.24 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഇസ് 4300 ആങ്സ്ട്രോം. ഞാൻ ക്വസ്റ്റ്യൻ ഇതിലേക്ക് കോപ്പി ചെയ്ത് ഇടാത്തത് കാരണം കാര്യമായിട്ട് വാല്യൂസ് ഒന്നും അവിടെ ഇല്ല. നമുക്ക് 2-3 വേരിയബിൾസേ ആവശ്യമുള്ളൂ. അതിവിടെ എഴുതിയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവിടെ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. നമുക്ക് ഇത് ഇങ്ങനെ 3 കിട്ടിയാൽ പോരല്ലോ, അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് മൊത്തം ഇവിടെ ഇട്ടിട്ട് പിന്നെ അത് വായിച്ച് എക്സ്പ്ലെയിൻ അതിൻ്റെ ആവശ്യമില്ല. വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ടു 1.24 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറയുന്ന കാര്യം and the wavelength of light incident is 4360 angstrom. Wavelength of light incident is 4360 angstrom എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്താണ്? എനർജി ഓഫ് ദ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദ മെറ്റൽ സർഫസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? 12400 ഡിവൈഡഡ് ബൈ 4360. ഇപ്പോൾ 4360 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ലെസ് ദാൻ 3 വരും. സോ നമുക്കതിനെ ഒരു 2.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് എടുക്കാം. എക്സാക്ട് വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ഇത്ര കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? വാട്ട് ഈസ് ദ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ നെസസറി ടു സ്റ്റോപ്പ് ദ എമിഷൻ ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ്? നെസസറി ടു സ്റ്റോപ്പ് ദ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ആസ് എ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിനുള്ള വഴി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇ ഇൻറ്റു വി എസ് ഇസ് ഈക്വൽ ടു h nu മൈനസ് 50 അല്ലേ? എനർജി ഓഫ് ഇലക്ട്രോൺ എത്രയായിരുന്നു? അല്ലെങ്കിൽ എനർജി ഓഫ് ഫോട്ടോൺ എത്രയായിരുന്നു? 2.8 ആണ്. മൈനസ് 50 എത്രയാണ്? 1.24 ആണ്. സോ എത്ര കിട്ടി? ഇത്രയും ഇലക്ട്രോൺ വോൾട്ടാണ് മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 2.8. അപ്പോൾ 80 നിന്ന് 24 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80 24. അപ്പോൾ അത്
1.56 ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് കിട്ടും. ആര്? ഇ ഇൻറ്റു വി എസ്. ഈ ക്യാൻസൽ ആക്കി കളഞ്ഞാൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 1.56 വോൾട്ട് എന്ന് വന്നു. അല്ലാതെ നമ്മളവിടെ എന്തിലേക്ക് യൂണിറ്റ് SI യൂണിറ്റിലേക്ക് മാറ്റി ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിനേക്കാൾ കുറഞ്ഞ സ്റ്റെപ്പിൽ ആൻസർ കണ്ടുപിടിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ യു മേ ജസ്റ്റ് ഫോളോ VS ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം 12400 ഡിവൈഡഡ് ബൈ ലാംഡ മൈനസ് എത്രയാണ് 50 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. 12,400 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 2.8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. മൈനസ് ഇതിപ്പോൾ 2.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരുമ്പോൾ ഞാൻ ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വരുന്ന ലൈറ്റിൻ്റെ എനർജി വരുന്നത് 2.8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 2.8 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി എന്നുണ്ടെങ്കിൽ ഇത് എത്ര വന്നു? 2.8 വോൾട്ട് ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ വരുന്നത്. സോ 2.8 മൈനസ് 50യുടെ വാല്യൂ വരുന്നത് എത്രയാണ്? 1.24 ആണ് തന്നിട്ടുണ്ട്. 1.24. സോ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ 1.56 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന എനർജി ആണെങ്കിലും അതുപോലെ തന്നെ വർക്ക് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മളുടെ കയ്യിലുള്ള വാല്യൂയുടെ ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണോ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി? പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ഇവിടെ വരുന്ന ലൈറ്റിൻ്റെ എനർജി എത്രയാണ്? 2.8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ദാറ്റ് ലൈറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ പൊട്ടൻഷ്യൽ അപ് ടു 2.8 വോൾട്ട് and the work function is 1.24 electron volt. So the potential corresponding to the work function is എത്രയാണ്? 1.24 ആണ്. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ എനർജിയുടെ കോഎഫിഷ്യൻറ്റുകൾ അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ബോർഡ് എക്സാമിന് എഴുതാനുള്ള വഴിയല്ല. ബോർഡ് എക്സാമിനാണെങ്കിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിച്ച് അവസാനം നമ്മൾ ഈ ഫൈനൽ സ്റ്റെപ്പ് വരെ എഴുതണം, അല്ലെങ്കിൽ ഇതിനെ SI യൂണിറ്റിലേക്കൊക്കെ ചെയ്യേണ്ടി വരും. ബോർഡ് എക്സാമിന് എഴുതുമ്പോൾ ഈ 12,400 നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കും. ഇത് പെട്ടെന്ന് ആൻസർ വരാനുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്, എളുപ്പത്തിൽ ആൻസർ വരാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതൊക്കെ ബോർഡ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മാർക്ക് തരില്ല. അപ്പോൾ ഇത് നമ്മളുടെ സമയം ലാഭിക്കാൻ വേണ്ടിയുള്ള ചില വഴികളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തേ ഉള്ളൂ, ഇലക്ട്രോൺ വോൾട്ടിൽ എനർജി കണ്ടുപിടിക്കുക. ആ എനർജിയുടെ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സ്റ്റെപ്പൊക്കെ അനാവശ്യമാണ്. നമ്മളുടെ ടൈംലി ആയിട്ടുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് മാത്രമേ ഉള്ളൂ, എനർജിയുടെ കോഎഫിഷ്യൻറ്റുകളെ അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ യു വിൽ ഗെറ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 2.8 വോൾട്ട്, ഇവിടെയാണെങ്കിൽ 1.24 വോൾട്ട്. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. അതിന് ഒരു മിനിറ്റ് പോലും നമുക്ക് ആവശ്യം വരില്ല. 1.56 വോൾട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് 18. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 18 ഓഫ് യുവർ കോമ്പൻഡിയം സോൾവ്ഡ് എക്സാമ്പിൾ. ഇലക്ട്രോൺസ് വിത്ത് മാക്സിമം കൈനറ്റിക് എനർജി 3 ഇലക്ട്രോൺ വോൾട്ട്. സോ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ആർ ഗിവൺ ആസ് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മക്കളെ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കൈനറ്റിക് എനർജി 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു എത്രയാണ്? 3 വോൾട്ട് ആണ്. അപ്പോൾ ആ കാര്യം ഒന്ന് തീരുമാനമായി. കൈനറ്റിക് എനർജി 3 ഇലക്ട്രോൺ വോൾട്ട് ആർ റിജക്റ്റഡ് ഫ്രം എ മെറ്റൽ സർഫസ് ബൈ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 1500 ആംഗ്സ്ട്രോം. അവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് വരുന്നത് 1500 ആംഗ്സ്ട്രോം ആണ്. അത് അൾട്രാവയലറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12,400 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ അതൊരു അറൗണ്ട് ഒരു 8 പോയിൻറ്റ് സംതിങ് വരും തോന്നുന്നു. അറൗണ്ട് ഒരു 8 പോയിൻറ്റ് സംതിങ്. 15 8 120 അല്ലേ? അപ്പോൾ 15 × 8 120. 120 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 400. ഒരു 40 ആകുമ്പോൾ നമുക്കൊരു 2 ഒരു 8.3 വരുന്നു വിചാരിച്ചു. അറൗണ്ട് 8.3 ഇലക്ട്രോൺ വോൾട്ട് വരുവേ. അപ്പോൾ 8.3 ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്ന ലൈറ്റിൻ്റെ എനർജി. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളായി. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് അറിയാം, എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് എത്രയാണെന്നും അറിയാം. രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തതാണ്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്തെ, വാട്ട് ഈസ് എ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. 2, what is the threshold wavelength of the metal, and what is the stopping potential required to stop the emission of electrons. 3 കാര്യങ്ങൾ. ഒന്ന്, വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ, അതെന്താണ്? 50.
എത്രയാണ്? രണ്ടാമത്തെ കാര്യം എന്താണ്? വാട്ട് ഈസ് ദ ത്രെഷോൾഡ് വേവ് ലെങ്ത് ഓഫ് ദ മെറ്റൽ? ലാംഡ 0 എത്രയാണ്? മൂന്നാമത്തെ കാര്യം എന്താണ്? വാട്ട് ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ഇലക്ട്രോൺ? ദാറ്റ് സിമ്പിൾ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞ കാര്യമാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ് മക്കളെ? കൈനറ്റിക് എനർജിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ആരാണോ അതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അത് കാര്യം കഴിഞ്ഞു. കൈനറ്റിക് എനർജിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ എന്താണോ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 വോൾട്ട് ആണ്. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. വർക്ക് ഫംഗ്ഷൻ എന്താണ്? ലാംഡ 0 എന്താണ്? വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ദ ഇക്വേഷൻ. എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ദ ലൈറ്റ് മൈനസ് 5 ആണ്. സോ 5 ഈക്വൽ ടു ഇ മൈനസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എത്രയാണ്? 8.3 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്ത് കളയണം? കൈനറ്റിക് എനർജി ഈസ് 3. സോ അറൗണ്ട് 5.3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും നമുക്ക്. വർക്ക് ഫംഗ്ഷൻ ഇസ് 5.3 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ലാംഡ 0യുടെ വാല്യൂ ആണ് വേണ്ടത്. അതിന് നമ്മുടെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. എന്ത്? ദിസ് വർക്ക് ഫംഗ്ഷൻ 50 ക്യാൻ ബി റിട്ടൺ ആസ് 12,400 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ ആങ്സ്ട്രം. ആങ്സ്ട്രത്തിലാണ് വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാംഡ 0യുടെ വാല്യൂ എത്ര വരും മക്കളെ? 12,400 ഡിവൈഡഡ് ബൈ 5.3. ഇത് 5 വരില്ല എന്തായാലും. കാരണം 5 വരണമെന്നുണ്ടെങ്കിൽ 5 ഇലക്ട്രോൺ, അതായത് 5 മീൻസ് 5 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 125 ആവണ്ടേ. അപ്പോൾ നമുക്കിത് അറൗണ്ട് ഒരു 5.3 എന്ന് പറയുമ്പോൾ ഒരു 400 അല്ലല്ലോ, ഒരു 2000 ആങ്സ്ട്രം, അറൗണ്ട് ഒരു 2000 ആങ്സ്ട്രത്തിൻ്റെ അടുത്ത് വരും. എക്സാക്ട് വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2000 അല്ലല്ലോ, അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വരില്ലേ? എക്സാക്ട് വാല്യൂ നമുക്കൊന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 5 10 നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് 2000 മതി. 2000 ആങ്സ്ട്രം അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ലാംഡ 0യുടെ വാല്യൂ എത്രയാണ്? 2000 ആങ്സ്ട്രം ആണ്. വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 1500 ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ കണ്ടീഷൻ തന്നെ എന്തായിരുന്നു? വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ത്രെഷോൾഡ് വേവ് ലെങ്ത്തിനേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇത് 2000 എന്നുള്ളത് ഞാൻ റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളൂ. എക്സാക്ട് വാല്യൂ നിങ്ങൾ നോക്കിക്കോളൂ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആൻസർ വരുന്നത് 2349 ആണ്. 2349. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ അവിടെ നടത്തിയില്ലല്ലോ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് നമുക്ക് മറ്റ് ഫാക്ടേഴ്സിനനുസരിച്ച് നേരത്തെ പറഞ്ഞ ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, പിന്നെ ഇപ്പോഴത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഈ പറഞ്ഞ ഫാക്ടേഴ്സിനൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ വാരിയേഷൻ, ഒരു പർട്ടിക്കുലർ മെറ്റൽ സർഫസിൽ നിന്നുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ വാരിയേഷൻ എന്നുള്ളത് ഒരു ഗ്രാഫിക്കൽ അനാലിസിസിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഗ്രാഫിക്കൽ അനാലിസിസിലൂടെ നോക്കുമ്പോൾ ഞാനത് ഗ്രാഫ് ഇവിടെ എടുത്തിടുന്നില്ല, കാരണം നമുക്കത് വരച്ച് നോക്കുന്നത് തന്നെയാണ് നല്ലത്. സോ ആദ്യം നമുക്ക് ഇൻറ്റൻസിറ്റി വാരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇൻറ്റൻസിറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ നമ്മൾ ലൈറ്റിനെ ഒരു പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കോർപ്പസ്കുലർ നേച്ചർ ലൈറ്റിനെ അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇൻറ്റൻസിറ്റി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ദാറ്റ് ഇൻസിഡൻറ്റിങ് ഓൺ ദ മെറ്റൽ സർഫസ്. അല്ലാതെ ഇൻറ്റൻസിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ എനർജി വിച്ച് ഇസ് എ കൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ദ വേവ് തിയറി. അപ്പോൾ ഇവിടെ നമ്മൾ വേവ് തിയറി അല്ലല്ലോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരുമ്പോൾ ഫോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ ഒരു കളക്ഷനായിട്ടാണ് നമ്മൾ ലൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ക്ലാസിക്കൽ കൺസെപ്റ്റ് വെച്ചുള്ള എനർജി ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ പവർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. സോ വാട്ട് വി ആർ സീയിങ് ഇസ് ദ കോർപ്പസ്കുലർ നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പോൾ അങ്ങനെ കോർപ്പസ്കുലർ നേച്ചർ ഓഫ് ലൈറ്റിൽ ഞാൻ അതിൻ്റെ റിലേഷൻ പെട്ടെന്ന് ഒരു എളുപ്പവഴിയിലൂടെ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് വാരി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കറിയുന്ന കാര്യം എന്താണ്? ഇൻറ്റൻസിറ്റി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഇൻറ്റൻസിറ്റി. അപ്പോൾ മക്കളെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെൻ ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് മീൻസ് നമ്പർ ഓഫ്
ഫോട്ടോൺസ് ഇൻക്രീസ് ചെയ്തു എന്നല്ല, മെറ്റൽ സർഫസിൽ വന്ന് തട്ടുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടി. മെറ്റൽ സർഫസിൽ വന്ന് തട്ടുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് കൂടാം? ദ പ്രോബബിലിറ്റി ഫോർ കൊളീഷൻ, പ്രോബബിലിറ്റി ഫോർ കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. ഇത് ടെക്സ്റ്റിൽ വലിയ പാരഗ്രാഫൊക്കെ ആയിട്ടുണ്ടാവും, നിങ്ങൾ ഇത് ഒരൊറ്റ ലൈൻ ഓർമ്മിച്ച് വെച്ചാൽ മതി. വെൻ യു ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, the number of photons will increase. When the number of photons increases, the probability for collision will increase. Collision between electron and the metal surface and the photon. Electronum photonum തമ്മിലുള്ള collisionന്റെ സാധ്യത കൂടും. So number of collisions കൂടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാം? The number of electrons ejected. കൊളീഷൻ അനുസരിച്ചാണല്ലോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകുന്നത്. എന്തിനനുസരിച്ചാണ്? ഇലക്ട്രോണും ഫോട്ടോണും തമ്മിലുള്ള കൊളീഷൻ അനുസരിച്ചാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകുന്നത്. സോ കൊളീഷൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇജക്റ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കൂടാം. വിച്ച് മീൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ മക്കളെ എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതൊരൊറ്റ പാരഗ്രാഫൊക്കെ ആയിട്ടാണ് നമ്മുടെ ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ ഈ ഒരു ലൈൻ ഓർമ്മിച്ച് വെച്ചാൽ മതി. യു ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി. ഈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ? ഇൻറ്റൻസിറ്റി നമ്മൾ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ എന്താണ് ഇൻറ്റൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. വരുന്ന അല്ലെങ്കിൽ ആ മെറ്റൽ സർഫസിൽ വന്ന് തട്ടുന്ന ഫോട്ടോൺസിൻ്റെ എണ്ണമാണ്. അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് ആ മെറ്റൽ സർഫസിൽ വരുമ്പോഴാണ് അവിടെ കൂടുതൽ ഫോട്ടോൺസ് എത്തുന്നത്. ലൈറ്റിൻ്റെ എമൗണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ സെൻഡിങ് മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ്. മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുമ്പോൾ എന്തായി? അപ്പോൾ അവിടെ മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കൂടുതൽ ലൈറ്റാണ്. നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമ്മളൊരു സ്ലിറ്റ് കൺസിഡർ ചെയ്യുന്നു, ആ സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ലിറ്റാന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെപ്പോഴും ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരേണ്ട കാര്യം എന്താണ്? സ്ലിറ്റിൻ്റെ ഗ്യാപ്പാണ്. സോ യു ആർ ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ എന്താണ്? സ്ലിറ്റ് വിത്താണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാരാ? വിത്ത് ഓഫ് ദ സ്ലിറ്റാണ്. സ്ലിറ്റിൻ്റെ വിത്ത് കൂടുമ്പോഴല്ലേ കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് വരിക, അല്ലെങ്കിൽ കൂടുതൽ ഫോട്ടോൺസ് വരിക. സോ ഇൻറ്റൻസിറ്റി ഇൻക്രീസസ്, നമ്പർ ഓഫ് ഫോട്ടോൺസ്, കൊളീഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആൻഡ് കറണ്ട്. ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചോളൂ. അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് ഒന്ന് കൂട്ടി. സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോൺസ് ഉള്ളിലേക്ക് വന്നു. ആ കൂടുതൽ ഫോട്ടോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹയർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ വെൻ യു ഇൻക്രീസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്, it never means that the energy of light that incident on the metal surface increases എന്ന് ഒരിക്കലും അവിടെ മീൻ ചെയ്യുന്നില്ല. അവിടെ എനർജി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എനർജി ഓഫ് ഫോട്ടോൺസ് ഡിപ്പെൻഡ് ഓൺലി അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ അവിടെ ഫ്രീക്വൻസി മാറ്റിയാൽ, അല്ലെങ്കിൽ കളർ മാറ്റിക്കഴിഞ്ഞാൽ, കളറാണ് ആക്ച്വലി എന്തിനെ തീരുമാനിക്കുന്നത്? ഫ്രീക്വൻസി തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഫ്രീക്വൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ കളർ. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യനിൽ ഇൻസ്റ്റെഡ് ഓഫ് വയലറ്റ് യു ആർ യൂസിങ് ദ റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് മാറ്റുന്നില്ല? ഇൻറ്റൻസിറ്റി മാറ്റുന്നില്ല. പകരം എന്താണ് മാറ്റുന്നത്? ഫ്രീക്വൻസിയാണ് മാറ്റുന്നത്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നതല്ല നമ്മളിവിടെ പറയുന്നത്. നമുക്ക് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ ആരുടെ കാര്യങ്ങൾ വാരിയേഷനാണ് ഡീൽ ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനുള്ള വ്യത്യാസമാണ്. സോ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴേ മനസ്സിൽ ഉറപ്പിക്കണം. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഭാഷയിൽ ആരാണ്? സ്ലിറ്റിൻ്റെ വിത്താണ് എന്നുള്ള കാര്യം മറക്കരുത്. സ്ലിറ്റ് വിത്ത് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും അനുസരിച്ച് എന്തിൽ കുറവ് വരും? ഇൻറ്റൻസിറ്റിയിൽ കുറവ് വരും. സ്ലിറ്റ് വിത്ത് കൂടുതലാണെങ്കിൽ കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് വരും. ആ കൂടുതൽ ലൈറ്റ് എന്ന് പറയുന്നത് ഹൈ എനർജി ലൈറ്റ് അല്ല. പലരുടെയും കൺഫ്യൂഷൻ അതാണ്. അതുകൊണ്ടാണ് എനിക്കത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. കൂടുതൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഹയർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റ് എന്നാണ്. കൂടുതൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. ഹയർ ഇൻറ്റൻസിറ്റി മീൻസ് ഹയർ നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഹയർ നമ്പർ ഓഫ് ഫോട്ടോൺസ് മീൻസ് ഹയർ നമ്പർ ഓഫ് collisions or higher probability of collision. Higher probability means you can expect more electrons from the metal surface and the current rapidly increases. So അവിടെ നമ്മൾ ഒരു ഗ്രാഫിക്കൽ ആയിട്ടുള്ള വാരിയേഷൻ വരച്ചു കഴിഞ്ഞാൽ intensity വേഴ്സസ് കറണ്ട് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ. അത് സിംപ്ലി ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടിക്കൊണ്ടിരിക്കും. ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് ഇൻറ്റൻസിറ്റിക്കുള്ള വാരിയേഷൻ. ഇത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും. നിങ്ങൾ ഇത് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി മക്കളെ. ഓക്കെ, സോ വി ക്യാൻ സീ ദ നെക്സ്റ്റ് വൺ.
അടുത്ത് വരുന്ന രണ്ടെണ്ണം ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഗ്രാഫ് അല്ല, കുറച്ച് നമുക്കതിൽ പണിയെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്രാഫ് നമുക്ക് നോക്കാം. അടുത്ത ഗ്രാഫിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ അവിടുത്തെ നെക്സ്റ്റ് വരുന്ന കാര്യം വേരിയേഷൻ വിത്ത് ഒന്ന് ഫ്രീക്വൻസിക്ക് അനുസരിച്ച വേരിയേഷനും ഇനി അടുത്ത് വരുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അനുസരിച്ച വേരിയേഷനുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസിയാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യു ആർ കീപ്പിംഗ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻറ്റ്. ഇൻറ്റൻസിറ്റിയെ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ വരുന്ന വേരിയേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കീപ്പിംഗ് ദ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? സ്ലിറ്റ് വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുക. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വരുന്നു. ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻറ്റ് കളറിലുള്ള ലൈറ്റ്. അത് സയൻറ്റിഫിക് ലാംഗ്വേജിലാകുമ്പോൾ നമ്മൾ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി വിത്ത് വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിത്ത് ഫ്രീക്വൻസി കീപ്പിംഗ് ദ ഇൻറ്റൻസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയും. സാധാരണ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ആ സ്ലിറ്റിൻ്റെ വിഡ്ത്ത്, ലൈറ്റ് മെറ്റലിൽ വന്ന് തട്ടുന്ന സ്ലിറ്റിൻ്റെ വിഡ്ത്ത് നിങ്ങൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്? പല കളറിലുള്ള ലൈറ്റ് ആ മെറ്റൽ സർഫസിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഏതൊക്കെ കളർ വരികയാണെങ്കിൽ, ഇപ്പോൾ റെഡ് വന്നാലും ബ്ലൂ വന്നാലും ഗ്രീൻ വന്നാലും ആ മെറ്റൽ സർഫസിൽ പോയി തട്ടുന്ന ഫോട്ടോണുകളുടെ എണ്ണം സെയിം ആണ്. ആ വരുന്ന ഫോട്ടോണുകളുടെ എനർജിയിലെ വ്യത്യാസമുള്ളൂ. ബിക്കോസ് യു ആർ യൂസിങ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി ദ എനർജി ഓഫ് ലൈറ്റ് വിൽ ചേഞ്ച് ആസ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഗ്രാഫിക്കൽ വേരിയേഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ വോൾട്ടേജും വൈ ആക്സിസിൽ കറണ്ടും കൊടുക്കാം. ഫോട്ടോ ഇലക്ട്രിക് വോൾട്ടേജും കറണ്ടും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആക്സിലറേറ്റീവ് വോൾട്ടേജ് 0 വോൾട്ടേജ് ആണ്. ഇപ്പുറത്തെ സൈഡിൽ മൊത്തം മക്കളെ പോസിറ്റീവ് വോൾട്ടേജ് അല്ലേ? ഈ സൈഡ് മൊത്തം പോസിറ്റീവ്, അങ്ങോട്ടേക്ക് പോസിറ്റീവ് ആണ്. ഈ സൈഡ് മൊത്തം നെഗറ്റീവ് വോൾട്ടേജ് ആണ്. പോസിറ്റീവ് വോൾട്ടേജിനെ അല്ലെങ്കിൽ കളക്ടർ പ്ലേറ്റ് വോൾട്ടേജിനെ നമ്മൾ എന്ത് പറയും? ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയും. ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ, ബാറ്ററിയുടെ ടെർമിനൽ റിവേഴ്സ് ചെയ്ത ശേഷമാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? റിട്ടാർഡിംഗ് വോൾട്ടേജ് എന്ന് പറയും. നെഗറ്റീവ് ആൻഡ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. അപ്പോൾ എക്സ് ആക്സിസിലുള്ളത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലും വൈ ആക്സിസിൽ കറണ്ടുമാണ്. പോസിറ്റീവ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിന് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് എന്നും നെഗറ്റീവ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിന് റിട്ടാർഡിംഗ് വോൾട്ടേജ് എന്നും നമ്മൾ വിളിച്ചു. ഇനി നമുക്ക് അവിടുത്തെ വേരിയേഷൻസ് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ആ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്നിട്ട് പല കളറിലുള്ള ലൈറ്റാണ് അവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. പല കളറിലുള്ള ലൈറ്റ്. അവിടെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെല്ലാത്തിനെയും ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് വേണ്ട, ഇനി നമുക്ക് എന്താ എഴുതിയാൽ മതി? ഇ ഇൻറ്റു വി ഇസ് ഈക്വൽ ടു എനർജി ഓഫ് ദ ലൈറ്റ് മൈനസ് 50 എന്ന് പറയുന്ന നമ്മുടെ ബേസിക് ഇക്വേഷനാണ് ഇതിനെ എല്ലാത്തിനെയും ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു ν1 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി എടുക്കുകയാണ്. ν1 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി, ഫസ്റ്റ് ഫ്രീക്വൻസി. അങ്ങനെ നമുക്ക് 2-3 ഫ്രീക്വൻസി അവിടെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസി എടുത്തു. ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ, ഈവൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, നിങ്ങളവിടെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ഒന്നും കൊടുത്തില്ലെങ്കിലും, ഇഫ് ദ അപ്ലൈഡ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി യു ക്യാൻ സീ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇത് നമ്മൾ കളക്ടർ പ്ലേറ്റിന് വോൾട്ടേജ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇലക്ട്രോൺസിനെ ഒരു യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കളക്ടർ പ്ലേറ്റ് വോൾട്ടേജ് ഒന്നും നിങ്ങൾ കൊടുത്തില്ലെങ്കിലും യു ക്യാൻ സീ ദ വാല്യൂ ഓഫ് ദ കറണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി?
ഇതാ ഇവിടുന്നാണ് അപ്പോൾ കറണ്ട് ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ നിന്നാണ് 0 വോൾട്ടിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എത്രയാണെന്ന് വിചാരിച്ചു. അങ്ങനെ കറണ്ട് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ദ കറണ്ട് റീച്ചസ് സാച്ചുറേഷൻ വാല്യൂ. ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂവിന് ഇതാണെന്ത് സാച്ചുറേഷൻ കറണ്ട്. സാച്ചുറേഷൻ കറണ്ടിന് അപ്പുറത്തേക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല, കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്ത ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് പറഞ്ഞതിന് ശേഷം നമുക്ക് വോൾട്ടേജ് റിവേഴ്സലിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ν1 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു. ആ ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉപയോഗിച്ചാൽ പ്രൊവൈഡഡ് ഓൾ ദോസ് ഫ്രീക്വൻസീസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ν0 ആണ്. അത് മറക്കണം എന്നല്ല, അത് ഓർമ്മിക്കണം. അപ്പോൾ ന്യൂ ഗ്രേറ്റർ ദാൻ ν0 ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായി, കറണ്ട് അങ്ങനെ കൂടി വന്ന് ഇറ്റ് റീച്ചസ് എ മാക്സിമം വാല്യൂ. ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് I എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിയിലാണ്. ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, മറക്കണ്ട. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ്, ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാച്ചുറേഷൻ കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് നമ്മൾക്കിപ്പോൾ അവിടെ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിലാണ് ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. ഇതാ ഇത്ര ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് ഇത്ര ഈ ഒരു ഗ്യാപ്പാണ്, എൻ്റെ 2 വിരലിനിടയിലുള്ള ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ കൂടെയാണ് ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നത്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ വരാവുന്ന മാക്സിമം photons ഉണ്ടാവുമല്ലോ. there will be a maximum number of photons that can be passed through this slit at a particular type. അപ്പോൾ ആ സ്ലിറ്റിലൂടെ കടന്നു വരാവുന്ന മാക്സിമം ഇൻറ്റൻസിറ്റിയാണ് ഈ ഗ്യാപ്പ് കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. സോ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അവിടെ ലൈറ്റ് ആദ്യം കുറച്ച് ലൈറ്റ് നമ്മളവിടെ അകത്തേക്ക് കടത്തി വിടുകയാണ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി വരെ നമ്മൾ കൊണ്ടുവന്നു. ഈ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിൽ ഓരോ ഇൻറ്റൻസിറ്റിയിലും നടക്കാൻ സാധ്യതയുള്ള മാക്സിമം നമ്പർ ഓഫ് കൊളീഷൻസ് ഉണ്ടാവും. അതിലപ്പുറം അവിടെ കൊളീഷൻസ് നടക്കില്ല. അല്ലെങ്കിൽ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന maximum number of collisions ഉണ്ടാവും. And that maximum number of collisions actually determines the saturation value. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടിയ സാച്ചുറേഷൻ കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി. ഈ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ നമ്പർ ഓഫ് ഫോട്ടോൺസ്. ആ ഫോട്ടോൺസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് ഉണ്ടാവും. അതിലപ്പുറം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ഇൻക്രീസ് ദ കറണ്ട്. സോ ഇഫ് യു വാണ്ട് ഹയർ ലെവൽ ഓഫ് സാച്ചുറേഷൻ കറണ്ട്, യു ജസ്റ്റ് ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓർ യു ജസ്റ്റ് ഇൻക്രീസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്. അപ്പോൾ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് ഇത്, സാച്ചുറേഷൻ കറണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്തായിട്ട് എഴുതാം, ദിസ് ഇസ് ദ സാച്ചുറേഷൻ വാല്യൂ ഓഫ് ദ കറണ്ട് ആൻഡ് ദ സാച്ചുറേഷൻ വാല്യൂ ഓഫ് ദ കറണ്ട് ഇസ് I1 എന്ന് എഴുതിക്കോ. ഇത് ഇൻറ്റൻസിറ്റി ആണ്, ഇതിനെ I1 എന്ന് എഴുതിക്കോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഫ്രീക്വൻസി കൂട്ടി. ഇപ്പം ν1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് എടുത്തത്. ഞാൻ ഫ്രീക്വൻസി ഒന്ന് കൂട്ടുക. ഫ്രീക്വൻസി കൂട്ടിയാൽ എന്ത് സംഭവിക്കും മക്കളെ, സാച്ചുറേഷൻ കറണ്ട് കൂടും. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് കൂടുകയോ കുറയോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രീക്വൻസി കൂട്ടുന്നതും കുറയ്ക്കുന്നതും സാച്ചുറേഷൻ കറണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ഒരിക്കലും. കാരണം സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, സ്ലിറ്റിൻ്റെ വിഡ്ത്തിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസിനെ. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്തത് ഇപ്പോൾ ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു, യു ആർ യൂസിങ് അനദർ ഫ്രീക്വൻസി. യു സപ്പോസ് സേ യു ആർ യൂസിങ് ദ ഗ്രീൻ ഇൻസ്റ്റെഡ് ഓഫ് ഗ്രീൻ യു ആർ യൂസിങ് ബ്ലൂ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസിൽ വ്യത്യാസം വരുന്നില്ല. ആദ്യം 1000 ഫോട്ടോൺസ് ആണ് വരുന്നതെങ്കിൽ ഇപ്പോഴും 1000 ഫോട്ടോൺസ് തന്നെയാണ് വരുന്നത്. ആദ്യം വന്നത് ഗ്രീനിൻ്റെ ഫോട്ടോൺസ് ആണ്, ഇപ്പോൾ വരുന്നത് ബ്ലൂവിൻ്റെ ഫോട്ടോൺസ് ആണ്. അത്രേ വ്യത്യാസമുള്ളൂ. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്, ബട്ട് ജസ്റ്റ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺസ്. അപ്പോഴും നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന സാച്ചുറേഷൻ കറണ്ട് എത്രയായിരിക്കും, ആദ്യം കിട്ടിയ അത്ര തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇനിയിപ്പോൾ വേണ്ട, നമ്മൾ ഫ്രീക്വൻസി കൂട്ടിയതുപോലെ തന്നെ നമുക്ക് ഫ്രീക്വൻസി ഒന്ന് കുറച്ച് നോക്കാം. ഫ്രീക്വൻസി ഒന്ന് കുറയ്ക്കുകയാണേ. അതൊന്ന് അൺവാണ്ടഡായിട്ട് കുറച്ച് കാര്യങ്ങൾ മാഞ്ഞു പോയതാണ്. ഇപ്പോൾ 2 ഫ്രീക്വൻസി, ഇപ്പോൾ ഞാൻ ഈ ഫ്രീക്വൻസിനെ നമുക്ക് ν3 ആയിട്ടും ഈ ഫ്രീക്വൻസിനെ ഞാൻ ν2 ആയിട്ടും പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ν2നേക്കാൾ ഹയർ ഫ്രീക്വൻസിയാണ് ν3. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ν2നേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി, ഒരു ചെറിയ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ബി ν1. അതായത് വയലറ്റും ബ്ലൂ ഒക്കെ ഉപയോഗിച്ച പോലെ നമ്മൾ റെഡ് യൂസ് ചെയ്യണം. ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞതാണ്. ഫ്രീക്വൻസി എത്ര കുറഞ്ഞാലും നമുക്ക് കിട്ടുന്ന സാച്ചുറേഷൻ വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം വാല്യൂ.
കാരണം അവിടെ എന്തിലും വ്യത്യാസം വരുന്നില്ല, നമ്പർ ഓഫ് ഫോട്ടോൺസിൽ വ്യത്യാസം വരുന്നില്ല, വരുന്ന ഫോട്ടോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല, പക്ഷേ വരുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഫോട്ടോണിൻ്റെ എനർജിയിലാണ് ചേഞ്ച് വരുന്നത്. ഫോട്ടോണിൻ്റെ എനർജിയിൽ ചേഞ്ച് വന്നാൽ അത് എന്തിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ബട്ട് ഇറ്റ് നെവർ എഫക്ട് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. ആദ്യം 10 ഇലക്ട്രോൺ വന്നിരുന്നു, ഇപ്പോഴും 10 ഇലക്ട്രോൺ വരുന്നുണ്ട്. പക്ഷെ ആദ്യം വന്ന 10 ഇലക്ട്രോണിനേക്കാൾ എനർജി കുറഞ്ഞതോ കൂടിയതോ ആയിരിക്കാം ഇപ്പോൾ വരുന്ന ഇലക്ട്രോൺ. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ 3 ഫ്രീക്വൻസിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, nu1, nu2, nu3. ആൻഡ് ഹിയർ nu1 ലെസ് ദാൻ nu2 ലെസ് ദാൻ nu3 ആണ്. nu1 ലെസ് ദാൻ nu2 ലെസ് ദാൻ nu3. ഞാൻ ഉദ്ദേശിക്കാതെയാണ് കളറുകളൊക്കെ മാറി വരുന്നത്. എന്ത് ചെയ്യും നമ്മൾ? nu3 കളറൊന്നും മാറിയോണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇത്രയും നേരം വോൾട്ടേജ് പോസിറ്റീവ് ആയിരുന്നു. നൗ ഐ ആം ജസ്റ്റ് റിവേഴ്സിങ് ദ പൊട്ടൻഷ്യൽ. ഇവിടെ nu1 ഗ്രേറ്റർ ദാൻ nu2 ഗ്രേറ്റർ ദാൻ nu3 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ബേസ്ഡ് ഓൺ ദാറ്റ് ഇക്വേഷൻ ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്. അതായത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു hν - 50 എന്നല്ലേ മക്കളെ വരിക. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എവിടെയാണോ കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളത് അവിടെ നിന്ന് എവിടെയാണോ കുറഞ്ഞ ഫ്രീക്വൻസി കാണിക്കുന്നത്, ഇവിടെ ഇപ്പോൾ nu1 ആണല്ലോ കുറഞ്ഞ ഫ്രീക്വൻസി കാണിക്കുന്നത്. സോ ഈ nu1 എന്ന് പറയുന്ന കേസിൽ ഇലക്ട്രോണിൻ്റെ പുറത്ത് വരുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കും. അതായത് ke1 ലെസ് ദാൻ ke2 ലെസ് ദാൻ ke3. ഇതിൽ ആർക്കും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യത്തെ കേസിൽ ഫ്രീക്വൻസി ഏറ്റവും കുറവാണ്. ഫ്രീക്വൻസി കുറവാണെങ്കിൽ അവിടുന്ന് ഫ്രീക്വൻസി കുറഞ്ഞ ഫോട്ടോൺസ് ആണ് വരുന്നതെങ്കിൽ അവിടുന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും കുറവായിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രീക്വൻസിയാണ് nu3 എന്ന് പറയുന്നത്. nu3 മാക്സിമം ഫ്രീക്വൻസി ആണെങ്കിൽ ആ nu3 കൊണ്ട് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് വേറെ എന്ത് പറയാം? സാച്ചുറേഷൻ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I3 അല്ലേ? 3 കേസിലും സാച്ചുറേഷൻ കറണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്. ഇൻറ്റൻസിറ്റി സെയിം ആണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അവിടെ ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ കാര്യം കണ്ടു, കൈനറ്റിക് എനർജിയുടെ കാര്യം കണ്ടു, ഇൻറ്റൻസിറ്റിയുടെ കാര്യവും കണ്ടു നമ്മൾ. ഇനി നമുക്ക് അവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഹൗ ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വാരീസ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും മക്കളെ? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യും. ഹൈ കൈനറ്റിക് എനർജിയിലാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ യു ഹാവ് ടു അപ്ലൈ എ ഹയർ വാല്യൂ ഓഫ് ദ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ഓർ യു ഹാവ് ടു അപ്ലൈ എ ഹയർ വാല്യൂ ഓഫ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ nu1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. ഞാൻ റിവേഴ്സ് ചെയ്തു, അതായത് നമ്മളുടെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആര് കുറയും? കറണ്ട് കുറഞ്ഞു 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 വന്ന് ഇവിടെ എത്തുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം സ്റ്റോപ്പായി. സോ ആദ്യത്തെ കേസിൽ സ്റ്റോപ്പിംഗ് വോൾട്ടേജ് എത്രയായിട്ട് എടുക്കാം? V1 ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കേസിൽ എന്താണ്? ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലാണെങ്കിൽ യു നീഡ് ടു അപ്ലൈ എ ഹയർ വാല്യൂ ഓഫ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് ഇങ്ങനെ കുറഞ്ഞു 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 വന്ന് ഇറ്റ് വിൽ സ്റ്റോപ്പ് അറ്റ് എ വോൾട്ടേജ് ഓഫ് സേ ഇറ്റ് ഈസ് V2. മൂന്നാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഹയർ ഫ്രീക്വൻസിയാണ്. സോ ഇറ്റ് നീഡ്സ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റോപ്പിംഗ് വോൾട്ടേജ്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഫൈനലി V1 ലെസ് ദാൻ V2 ലെസ് ദാൻ V3 എന്ന് വരും. ഇങ്ങനെയാണ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ വരുന്ന വാരിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള വാരിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ ഉണ്ടാകുന്ന വാരിയേഷനാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഇൻറ്റൻസിറ്റി വാരി ചെയ്യും. എങ്ങനെ? ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട്. കീപ്പിംഗ് എ ഫ്രീക്വൻസി കോൺസ്റ്റൻറ്റ് വി വിൽ വാരി ദ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കറണ്ടിൽ ഉണ്ടാകുന്ന വാരിയേഷൻസ് എന്താണെന്ന് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.